നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് കല്ലുരാവിയിൽ വൻ ചാരായവേട്ട. എക്സൈസ് സംഘം വാറ്റ് കേന്ദ്രം തകർത്തു. ഒരാൾ അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 32ാം സംസ്ഥാന സമ്മേളനം ജനുവരി 27 മുതൽ കാഞ്ഞങ്ങാട്ട് തുടങ്ങും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള വിളംബര ജാഥ ഡിസംബർ 17-ന്. സഹോദയ സ്കൂൾ കായികമേളയ്ക്ക് പെരിയയിൽ തുടക്കം. 23 വിദ്യാലയങ്ങളിലെ കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ 7ാമത് കാഞ്ഞങ്ങാട്ട് ഏരിയ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികളുടെ രൂപരേഖയായി നടപ്പിലാക്കുന്നത് 2 കോടി രൂപയുടെ പദ്ധതികൾ. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് രാജാസ് സ്കൂൾ മൈതാനം ഒരുങ്ങി. 18 മുതൽ ആവേശത്തിന്റെ പന്തിരുളും. വാർത്തകൾ വിശദമായി. കല്ലുരാവിയിൽ എക്സൈസ് സംഘം വാറ്റ് കേന്ദ്രം തകർത്തു. 105 ലിറ്റർ വാഷും 30 ലിറ്റർ ചാരായവും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു. കാഞ്ഞങ്ങാടിനടുത്ത് കല്ലൂരാവിയിൽ വാറ്റ് കേന്ദ്രം എക്സൈസ് സംഘം തകർത്തു. ഹോസ്ദുർഗ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ബി സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. ഒരു സ്ത്രീയുടെ ഉടമസ്ഥയിലുള്ള ഷെഡിലാണ് ചാരായം വാറ്റിയിരുന്നത്. 30 ലിറ്റർ ചാരായവും 105 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. വാഷുപകരണങ്ങളും കണ്ടെടുത്തവയിൽപ്പെടുന്നു. ക്രിസ്മസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവ് പ്രമാണിച്ച് എക്സൈസ് അതിശക്തമായ റെയ്ഡുകളാണ് നടത്തി വരുന്നത്. അതിനകത്ത് വ്യാജവാറ്റ്, മദ്യവിൽപ്പന, കഞ്ചാവിൻ്റെ ഇടപാടുകൾ, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ മുതലായവയ്ക്കെതിരെയുള്ള സ്പെഷ്യൽ ഡ്രൈവ് പീരീഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ഹോസ്ദുർഗ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സുമേഷ് നടത്തിയ റെയ്ഡിൽ ഇന്ന് ഒരു 30 ലിറ്റർ ചാരായവും 120 ലിറ്റർ ചാരായം നിർമ്മിക്കുന്നതിനുള്ള വാഷുമായിട്ട് ഇവിടെ കോസ്റ്റൽ ഏരിയയിലുള്ള കല്ലൂരാഴി ഭാഗത്തു നിന്നും അജിത്ത് എന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വൻതോതിൽ ചാരായവാറ്റ് നടക്കുന്നതായുള്ള രഹസ്യവിവരത്തെ തുടർന്നാണ് എക്സൈസ് സംഘം റെയ്ഡ് നടത്തിയത്. ചാരായവാറ്റ് നടത്തിയ കല്ലൂരാവിയിലെ കെ അജിത്തിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടി രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കല്ലൂരാവി ഭാഗത്ത് പോയും അവിടുന്ന് ഒരു പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അജിത്ത് എന്നയാളുടെ പേരിൽ ഒരു പരാതി എൻ്റെ മത്സ്യത്തൊഴിലാളികൾക്കും ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് വൻതോതിൽ ചാരായം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ടിയാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ടിയാൻ്റെ വീട്ടിൽ നിന്നും ഉദ്ദേശം 30 ലിറ്റർ ചാരായവും ഏകദേശം 100 ലിറ്ററോളം വാഷും അതുമായിട്ട് ബന്ധപ്പെട്ട വാറ്റുപകരണങ്ങളെല്ലാം കണ്ടെടുത്തിട്ടുണ്ട്. ടിയാനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ടി രജിത് ബാബു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി വിജയൻ, എം വി സുധീന്ദ്രൻ, ജോസഫ് അഗസ്റ്റിൻ, ഡ്രൈവർ സുമോദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 32ാം സംസ്ഥാന സമ്മേളനം 2017 ജനുവരി 27, 28 തീയതികളിലായി കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള വിളംബര ജാഥ ഡിസംബർ 17-ന് കാഞ്ഞങ്ങാട് ടൗൺ കേന്ദ്രീകരിച്ച് നടക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 32ാമത് സംസ്ഥാന സമ്മേളനം 2017 ജനുവരി 27, 28 തീയതികളിലായി നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ഡിസംബർ 17 പതാക ദിനമായി ആചരിക്കും. വൈകുന്നേരം 4:30-ന് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വിളംബര ജാഥ പ്രയാണം ആരംഭിക്കും. തുടർന്ന് മാന്തോപ്പ് മൈതാനിയിൽ പെൻഷൻ കൂട്ടായ്മ സംഘടിപ്പിക്കും. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ മുഖ്യാതിഥിയായിരിക്കും. 32ാം സംസ്ഥാന സമ്മേളനം നമ്മുടെ ജില്ലയിൽ നടക്കുകയാണ്. 27, 28 തീയതികളിൽ, ജനുവരി 27, 28 തീയതികളിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനം നമ്മുടെ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കും.
നമ്മുടെ സംസ്ഥാനത്തെ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലാ സംഘടനയുടെ ഏറ്റവും ശക്തമായ മേഖലകളിൽ ഒന്നായി വളർന്നു വന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സംസ്ഥാന സമ്മേളനം ഇതം പ്രഥമമായി ആദ്യമായി കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കപ്പെടുന്നു. സമ്മേളനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പുകളും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃപൂജയും സംഘടിപ്പിക്കും. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 75 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പെൻഷൻകാരെ ചടങ്ങിൽ ആദരിക്കും. 2017 ജനുവരി 26 കൊടിമര ജാഥ സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, മാമുനി വിജയൻ, യു ശേഖരൻ നായർ, പാലേരി പത്മനാഭൻ, C അശോക് കുമാർ, M സുധാകരൻ, രത്നാകരൻ, PC സുരേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സഹോദയ സ്കൂൾ കായികമേളയ്ക്ക് പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 23 സ്കൂളുകളിൽ നിന്നായി 900ഓളം കുട്ടികൾ മാറ്റുരയ്ക്കും. The school band of Christ CMI Public School, followed by San Gio Central School, Amrita Vidyalaya, Chinmaya Vidyalaya, Christ CMI Public School, Holy Family Convent Public School, Jai Mata Senior Secondary School, Kasaragod. 10ാമത് സഹോദയ സ്കൂൾ കോംപ്ലക്സ് വാർഷിക കായികമേളയ്ക്ക് പെരിയയിൽ തുടക്കമായി. പെരിയ നവോദയ സ്കൂൾ മൈതാനത്ത് നടന്ന കായികമേള ജില്ലാ പോലീസ് മേധാവി തോമസ് ജോസ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സ്പോർട്സിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അടുത്തു നിൽക്കുന്നവരോടും അതിനേക്കാളുപരി നമ്മളോടും തന്നെയാണ്. ഈ 2 കോമ്പറ്റീഷനും എത്ര മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമോ അത്ര ഇഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ സ്പോർട്സിന്റെ കൊണ്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ പ്രയോജനം. എപ്പോഴും നമ്മൾ കോമ്പറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് നമ്മളോട് തന്നെയായിരിക്കണം ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് എത്ര ഉയർത്താൻ കഴിയും എന്നുള്ളതാണ്. സഹോദയ പ്രസിഡന്റ് MK സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. കാസർഗോഡ് സഹോദയ ജനറൽ സെക്രട്ടറി ഫാദർ ജോജോ ജോസഫ്, സിസ്റ്റർ തെരേസിറ്റ, സിസ്റ്റർ സൈനീഷ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിദ്യാലയങ്ങളെ പ്രതികരിച്ച് വർണ്ണപ്പകിട്ടാർന്ന മാർച്ച് പാസ്റ്റും അരങ്ങേറി. 2 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 23 സ്കൂളുകളിൽ നിന്നായി 900ഓളം കുട്ടികൾ മത്സരിക്കും. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ 7ാമത് കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം നടന്നു. കുന്നുമലിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ 7ാമത് കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം കുന്നുമലിൽ വെച്ചാണ് നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കള്ളനോട്ടുകൾ ഇല്ലാതാക്കാൻ, തീവ്രവാദം തടയാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ ട്രേഡ് യൂണിയനുകളും ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. 2 കൈ നീട്ടി സ്വാഗതം ചെയ്തു. രാജ്യമൊന്നും ഒരു തീരുമാനം എടുത്താൽ അതിനെ എല്ലാ പിന്തുണയും ഭരണാധികാരികൾക്കും. പക്ഷേ തീരുമാനം വന്ന് മഷിയുണങ്ങുന്നതിന് മുമ്പ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ വേണ്ടത്. 100ഓളം ആളുകൾ ആത്മഹത്യ. നോട്ട് നിരോധനത്തിന്റെ പേരിലാണ്. പുതിയ ഭാഷകൾ, നോട്ട് മരണം, പുതിയ വേർഡുകൾ ഉണ്ടായി, പുതിയ വാക്കുകൾ ഉണ്ടായി. നോട്ട് മരണം. എന്തുകൊണ്ട് ആളുകൾ മരണത്തിലേക്ക് പോയി തീരുമാനം വന്നത്? രാജ്യത്ത് 500ന്റെയും 1000ന്റെയും കറൻസികളാണ് 86% എന്ന് പറഞ്ഞാൽ അത് പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കി 14% മാത്രമേ എന്തുള്ളൂ. 100ന്റെയും 50ന്റെയും 20ന്റെയും 10ന്റെയും നോട്ട് കറൻസി ഉണ്ട്. അപ്പോൾ 86% ക്രയവിക്രയം നടക്കാനുള്ള കറൻസികളാണ് ക്രയവിക്രയം നടക്കുന്നത്. ആ ക്രയവിക്രയം നടത്തുന്നത് ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരനാണ്. വലിയ വലിയ സമ്പന്നരെല്ലാം 1000ന്റെയും 500ന്റെയും ബണ്ടിൽ എടുത്തിട്ടാണോ കച്ചവടത്തിന് പോകുന്നത്? അവർ അക്കൗണ്ട് ടു അക്കൗണ്ട്
അവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ അവരുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ടാവും, ആ കാർഡിട്ട് ഒരു വരിക. നമ്മളിൽ എത്ര ആൾ കാർഡ് വിളിക്കാൻ പോകുന്നു? ബാങ്ക് കാണാത്തവരെത്രയുണ്ട് രാജ്യത്തിൽ? ബാങ്കിന്റെ പണി കയറാത്തവരെത്രയുണ്ട്? ഇന്നും ഓണം കയറാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ അവസ്ഥ. ബാങ്ക് ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, കടന്നു വന്നിട്ടില്ല. ഇവിടെ സാധാരണക്കാരനാണ്, കറൻസികളുണ്ട്, ഇടപാടുകളാണ്. KPVU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി നാരായണൻ, KV രാഘവൻ, V സുരേഷ്, കനകാംബരൻ, PC ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിദ്യാഭ്യാസ സമിതിയുടെ യോഗം നടന്നു. വിദ്യാഭ്യാസ മേഖലക്ക് വലിയ പരിഗണനയാണ് നഗരസഭ നൽകിയിട്ടുള്ളത്. 5 വർഷം കൊണ്ട് കാഞ്ഞങ്ങാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന ഭൗതിക സാഹചര്യ രംഗത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ചെയ്തു കൊടുക്കണം എന്നുള്ള മനസ്സുള്ള ഒരു ഭരണസമിതിയാണ് ഇന്നത്തെ ഭരണസമിതി. കാഞ്ഞങ്ങാട് നഗരസഭയിൽ 2016-17 വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ 2 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. വിദ്യാലയങ്ങളിൽ ഗ്രിഡ് അധിഷ്ഠിത സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം. എല്ലാ വിദ്യാലയങ്ങളിലും പരാതിപ്പെട്ടി സ്ഥാപിക്കും. വിദ്യാഭ്യാസ കർമ്മസമിതി യോഗം നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറൈനാവി അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, മീര ടീച്ചർ, N ഉണ്ണികൃഷ്ണൻ, ഗംഗാരാധാകൃഷ്ണൻ, ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിക്ഷേപക സംഗമം നടന്നു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് നിക്ഷേപക സംഗമം നടന്നത്. വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന നിക്ഷേപക സംഗമം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാണുന്ന മുന്നേറ്റത്തിന് ഏറ്റവും പ്രാധാന്യമായി നമുക്ക് ലഭിച്ചത് ഗൾഫ് എന്ന് പറയുന്ന ആശയം, ഗൾഫ് മണി. എന്നാൽ അറേബ്യൻ രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പൊ നിങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ മതി എന്നിടത്ത് അറബികളടക്കം ചിന്തിച്ചു തുടങ്ങി. എല്ലാവരെയും പറഞ്ഞു വിടാൻ തുടങ്ങി. പഴയ പോലെ ഗൾഫ് ഒരു പ്രതീക്ഷയല്ല. ഇപ്പൊ ആളുകള് ഗൾഫിലുണ്ടായ ആളുകളോ അടക്കം ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്കാണ് കയറാൻ തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ L സുലൈഖ അധ്യക്ഷയായി. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ D രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. H റംഷീദ്, CN പ്രദീപ് കുമാർ, KG വിശ്വംഭരൻ, NP മറിയം തുടങ്ങിയവർ സംസാരിച്ചു. കാൽപന്ത് കളിയുടെ കാൽപ്പനിക സൗന്ദര്യം ആസ്വദിക്കാൻ നീലേശ്വരം ഒരുങ്ങി. രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം ഇനി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ ആരവങ്ങളിലേക്ക്. ഡിസംബർ 18 മുതൽ ജനുവരി വരെ നീണ്ടുനിൽക്കുന്ന കോസ്മോസ് സെവൻസിന്റെ ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ. വർഷങ്ങളുടെ കായിക മേഖലയിലെ പാരമ്പര്യമുള്ള പള്ളിക്കര കോസ്മോസ് ക്ലബ്ബ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ഈ ടൂർണമെന്റിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് നീലേശ്വരത്തെ പഴയകാല ഫുട്ബോൾ താരങ്ങളെയും മറ്റു കായിക താരങ്ങളെയും അവശത അനുഭവിക്കുന്ന ഈ താരങ്ങൾക്കുള്ള സഹായഹസ്തമായി പ്രവർത്തിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ നീലേശ്വരം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നീലേശ്വരം ബഡ്സ് സ്കൂൾ, ഭിന്നശേഷിയുള്ള കുട്ടികൾ പഠിക്കുന്ന ബഡ്സ് സ്കൂളിനുള്ള സഹായം കൂടി ഇതിന്റെ ടൂർണമെന്റിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് ടൂർണമെന്റിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമ്പത്തിക സഹായം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നീലേശ്വരം പ്രസ് ഫോറത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ V സുരേശൻ, PV രാജേഷ്, PK ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് P ബാബുരാജ്, A വിനോദ് കുമാർ, MV ഭരതൻ, PP സുരേന്ദ്രൻ, VV പ്രമോദ് കുമാർ, പ്രൊഫസർ അശോക് ഹെഗ്ഡെ എന്നിവർ പരിപാടി വിശദീകരിച്ചു. നീലേശ്വരം നഗരസഭയിലെ അവശത അനുഭവിക്കുന്ന ഫുട്ബോൾ താരങ്ങളുടെ ക്ഷേമവും നീലേശ്വരത്തെ ബഡ് സ്കൂളിന്റെ വികസനവും ലക്ഷ്യമാക്കിയാണ് നീലേശ്വരം പള്ളിക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോസ്മോസ് ക്ലബ്ബ് ജനകീയ പിന്തുണയോടെ ഒരു അഖിലേന്ത്യാ ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 18 മുതൽ ജനുവരി 8 വരെ നീലേശ്വരം രാജാസിലെ മാസ്വുഡ് ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള പ്രശസ്തരായ 20 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിലെ വിജയികൾക്ക് 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകും. 18 വൈകുന്നേരം 7 മണിക്ക് മന്ത്രി ചന്ദ്രശേഖരൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA, നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് KC ലെനിൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. പഴയകാല ഫുട്ബോൾ താരങ്ങളെ ആദരിക്കും.
ടൂർണമെന്റുമായി ബന്ധപ്പെട്ട വിവിധ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്യും. 50 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ടൂർണമെന്റിന്റെ ഭാഗമായി 7000 പേർക്ക് ഇരിക്കാവുന്ന ഗാലറി ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ടൂർണമെന്റിന്റെ പ്രചരണാർത്ഥം 16 വെള്ളിയാഴ്ച 4 മണിക്ക് വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി. മികവ് എന്ന പേരിലുള്ള പദ്ധതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി സംസ്ഥാനത്തെ ആദ്യത്തേത്. ഉയർന്ന ഗുണനിലവാരമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മികവ് എന്ന പേരിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ജനങ്ങളിലേക്ക് ഇറക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനവും മികവ് പദ്ധതി രേഖാ സമർപ്പണവും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സമീപ തന്ത്രങ്ങളും നൂതനമായ പദ്ധതികളും ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ മുന്നോട്ട് പോയിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ തന്നെ ആദ്യത്തേതായ ഈ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ മന്ത്രി അഭിനന്ദിച്ചു. പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ശനിയും ഞായറും ഉണ്ടല്ലോ, ആ 2 ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പഠിച്ചു കളയാൻ. പക്ഷേ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കാത്ത കുട്ടി ശനിയാഴ്ച പഠിക്കാനേ പോകുന്നില്ല എന്നുള്ളത്. ഞായറും പഠിക്കില്ല. കാര്യം 4 ദിവസത്തെ 5 ദിവസത്തെ പാഠഭാഗങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ഭയം തോന്നും. ഇത്രയും പഠിച്ചു തീർക്കാൻ എന്തായാലും പറ്റും, പിന്നെ പഠിക്കാതിരിക്കുന്നതാണ്. അതുകൊണ്ട് അന്നന്നുള്ള പാഠങ്ങൾ അന്നന്ന് പഠിക്കാനും അധ്യാപകരെ ബഹുമാനിക്കാനും രക്ഷിതാക്കളെ അനുസരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു തലമുറ, ചെറുവത്തൂരിന്റെ തലമുറ അങ്ങനെ തന്നെ ആകുമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള പ്രതീക്ഷ. നിങ്ങളെ നയിക്കാൻ ഇവിടെ രാജഗോപാൽ MLA, മുൻ MLA കുഞ്ഞിരാമേട്ടൻ, പിന്നെ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാ വ്യക്തിത്വങ്ങളും കുട്ടികളുടെ കൂടിയുണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായ കാര്യമാണ്. വളരെ നല്ല ഒരു ജീവിതം, വിദ്യാഭ്യാസ ജീവിതം. വിദ്യാഭ്യാസ ജീവിതം നല്ലതാകുമ്പോൾ ഭാവി ജീവിതവും നല്ലതാവുകയാണ്. സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. സുഖം മാത്രമുള്ള ജീവിതമുണ്ടോ? ഇല്ല. ദുഃഖം മാത്രമുള്ള ജീവിതമുണ്ടോ? ഇല്ല. സുഖവും ദുഃഖവും ചേരുന്നതാണ്, ഇടകലർന്നതാണ് ജീവിതം. സുഖത്തിന്റെ തോത് വർദ്ധിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിന്റെ മേന്മയിലേക്കോ നിങ്ങൾക്ക് സാധിക്കും. അത് ചെറുവത്തൂർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിച്ചു. പൊതുവിദ്യാഭ്യാസത്തെ മികവിന്റെ കേന്ദ്രമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും മന്ത്രി നിർവഹിച്ചു. മുൻ MLA കെ കുഞ്ഞിരാമൻ പഠന സാമഗ്രികളുടെ വിതരണം നിർവഹിച്ചു. മികവ് കൺവീനർ ഡോക്ടർ PV കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PC സുബൈദ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെങ്ങാട്ട് കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K നാരായണൻ നന്ദിയും പറഞ്ഞു. ആദ്യ മുച്ചിലോട്ടായ കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കം സജീവമായി. പെരുങ്കളിയാട്ടം ജനുവരി 7 മുതൽ 12 വരെ. അന്നദാനത്തിനുള്ള പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിനെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി ഉപയോഗിച്ച് പാചകം ചെയ്ത വിഭവങ്ങൾ ഒരുക്കുന്നതിന് 13 പ്രാദേശിക കേന്ദ്രങ്ങളിലായി ഒരുക്കിയ പച്ചക്കറി കൃഷി അതിന്റെ വിളവെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു. പച്ചക്കറിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് ചന്തേരയിൽ നടന്നു. വെള്ളരി, മത്തൻ, കുമ്പളം മുതലായ പച്ചക്കറി തികച്ചും ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്തതാണ്. കൂടാതെ ക്ഷേത്രപരിധിയിലെ കുടുംബാംഗങ്ങൾക്ക് നൽകിയ വാഴക്കന്ന് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ച നേന്ത്രവാഴക്കുലകളും വരും ദിവസങ്ങളിൽ വിളവെടുക്കുന്നതാണ്. ഓണക്കുന്ന്, ചന്തേര, അയ്യക്കാട്, കൊടക്കാട്, പലിയേരി, വടക്കുംപാട്, വെള്ളച്ചാൽ, പുത്തിലോട്ട്, പിലിക്കോട്, പെരളം എന്നീ പ്രദേശങ്ങളിലായാണ് കൃഷി ചെയ്തത്. ചന്തേര പടിഞ്ഞാറേക്കര പ്രാദേശിക കമ്മിറ്റിയുടെയും വനിതാവേദിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് PV നാരായണൻ കോമരം നിർവഹിച്ചു. P സുനിൽ കോമരം, ജനറൽ കൺവീനർ GK ഗിരീഷ്, ട്രഷറർ K രഘുരാമൻ, C ശശി, T തമ്പാൻ, ശോഭന വിവി, K യശോദ, കാർത്തിയായനി എന്നിവർ സംബന്ധിച്ചു. നാട്ടുകാരുടെ കൂട്ടായ്മയോടെ നടക്കുന്ന പെരുങ്കളിയാട്ടം 2017 ജനുവരി 7 മുതൽ 12 വരെയാണ് നടക്കുന്നത്. യൂണിവേഴ്സൽ കോളേജിന്റെ 20ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കവി സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് യൂണിവേഴ്സൽ കോളേജിന്റെ 20ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. 20ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന കവി സമ്മേളനം ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സത്യവാങ്മൂലം എന്ന കവിതയാണെന്നാണ് അദ്ദേഹം വായിച്ചിരുന്നത്. കൂട്ടരെ, ഇനി എനിക്ക് ചിലത് കൂടി പറയാനുണ്ട്. ശസ്ത്രം എന്നതില്ലാത്ത മനസ്സെന്ന് സമുദ്രം പോലെ പ്രശാന്തമാണ്. പോർച്ചുഗീകൾക്കും മരണത്തിനും മീതെ പെട്ടെന്നൊരു പച്ചയില വീണതുപോലെ ഞാൻ മരണത്തിന്റെ അങ്ങനെ കവിത അങ്ങ് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പാടിപ്പോയ പാട്ടിന്റെ മോടിയായ വൈദ്യുതൻ ദൂരത്തിന്റെ ഒഴിയാറായ മടിശീല പോലെ എന്റെ ദീർഘവീക്ഷണം എന്നെ പഠിപ്പിക്കുന്നു. എനിക്ക് അമരത്വം വേണ്ട. രൂക്ഷമായ ഉറപ്പുകളും അതിന് രൂക്ഷമായ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നലെ എന്റെ സഹപാഠി ആത്മഹത്യ ചെയ്തു.
3 വിത്തനങ്ങൾ വിഷം കഴിച്ചു. രണ്ടുപേർക്ക് ഇപ്പോഴും ഭ്രാന്താണ്. അതുകൊണ്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എന്നോടൊന്നും ചോദിക്കരുത് എന്ന കവിത വായിച്ചു കഴിയുമ്പോഴേക്കും ഒരാൾ കെട്ടി പറഞ്ഞു വീണു. CM വിനയചന്ദ്രൻ അധ്യക്ഷനായി. കവി സമ്മേളനത്തിൽ ദിവാകരൻ വിഷ്ണുമംഗലം, AV സന്തോഷ് കുമാർ, CP ശുഭ, സുരേന്ദ്രൻ കാടങ്കോട്, ജയൻ നീലേശ്വരം, EV അനന്തകൃഷ്ണൻ, PK ഗോപി തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. വിനി അഴിക്കോടൻ, വിനോദ് ആലന്തട്ട തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടുന്തല മകാം ഉറൂസ് ഡിസംബർ 19 മുതൽ 26 വരെ തീയതികളിലായി നടക്കും. ഉറൂസിന് മുന്നോടിയായി പതാക ഉയർത്തൽ കർമ്മം നടന്നു. ഡിസംബർ 19 മുതൽ 26 വരെ മുട്ടുന്തല ഷൈഖ് ഇസ്ഹാബ് വലിയുല്ലാഹി നഗറിൽ നടക്കുന്ന മുട്ടുന്തല മകാം ഉറൂസിന്റെ വിളംബരം ചെയ്തുകൊണ്ടുള്ള പതാക ഉയർത്തൽ കർമ്മം സ്വാഗത സംഘം ചെയർമാൻ ബദ്രുദ്ദീൻ സൺലൈറ്റ് നിർവഹിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് സൺലൈറ്റ് അബ്ദുറഹ്മാൻ ഹാജി, സെക്രട്ടറി റഷീദ് മുട്ടുന്തല, ട്രഷറർ അബ്ദുള്ള മാട്ടുമൽ, സ്വാഗത സംഘം കൺവീനർ ഹാഷിം, ട്രഷറർ മൊയ്തു ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിന്റെ പ്രാരംഭമായി മഖാം സിയാറത്തിന് മുട്ടുന്തല ചീഫ് ഇമാം മുഹമ്മദ് അലി അസ്ഹരി മട്ടന്നൂർ നിർവഹിച്ചു. അടമ്പിൽ നീലാശ്വരം ശാസ്താംകോട്ട ശാസ്താവീശ്വര ക്ഷേത്രത്തിലെ മണ്ഡലകാല പൂജാ മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്രയെത്തി. അടമ്പിൽ നീലാശ്വരം ശാസ്താംകോട്ട് ശാസ്താവീശ്വര ക്ഷേത്രത്തിലെ മണ്ഡലകാല പൂജാ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. അടമ്പിൽ മൂലയ്ക്ക് വനദുർഗാ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആലൈ ദുർഗാ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട കലവറ നിരക്കൽ ഘോഷയാത്ര അടമ്പിൽ പൂവത്തടി കാലിച്ചാൻ ദേവസ്ഥാനത്ത് സംഗമിച്ച് ശാസ്താവീശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടയുടെയും അകമ്പടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ആളുകൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. വെള്ളിക്കൊത്ത് പുറവങ്കര തറവാട് കളിയാട്ടത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. കളിയാട്ടത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. പുറവങ്കര തറവാട്ടിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, മൂവാളം കുഴിച്ചാമുണ്ടി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. നിരവധി ആളുകൾ മഹോത്സവം ദർശിക്കാനായി എത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് കല്ലുരാവിയിൽ വൻ ചാരായവേട്ട. എക്സൈസ് സംഘം വാറ്റ് കേന്ദ്രം തകർത്തു. ഒരാൾ അറസ്റ്റിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 32ാം സംസ്ഥാന സമ്മേളനം ജനുവരി 27 മുതൽ കാഞ്ഞങ്ങാട്ട് തുടങ്ങും. സമ്മേളനത്തിന് മുന്നോടിയായുള്ള വിളംബര ജാഥ ഡിസംബർ 17-ന്. സഹോദയ സ്കൂൾ കായികമേളയ്ക്ക് പെരിയയിൽ തുടക്കം. 23 വിദ്യാലയങ്ങളിലെ കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ 7ാമത് കാഞ്ഞങ്ങാട്ട് ഏരിയ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികളുടെ രൂപരേഖയായി നടപ്പിലാക്കുന്നത് 2 കോടി രൂപയുടെ പദ്ധതികൾ. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന് രാജാസ് സ്കൂൾ മൈതാനം ഒരുങ്ങി. 18 മുതൽ ആവേശത്തിന്റെ പന്തിരുളും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.